ഗൈസ് നമ്മുടെ ഫ്രീ ഫയർ മാക്സിലും ഉണ്ടാകുന്ന ലാഗൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതായത് ട്രിക്സ്, ടിപ്സ്, നമ്മുടെ സെറ്റിങ്സ് പോലുള്ള കുറേ മെത്തേഡ്സ് നമ്മൾ കൈമുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ കോൺഫിഗ് ഫയൽ. അപ്പോൾ കോൺഫിഗ് ഫയലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഗ് മാത്രമല്ല നമ്മളുടെ ഡിവൈസിലുണ്ടാകുന്ന മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഒറ്റൊരു കോൺഫിഗ് ഫയൽ കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനൊരു കോൺഫിഗ് ഫയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോൺഫിഗ് ഫയൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഫയർ അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗെയിമിലുണ്ടാകുന്ന ലാഗ്, ലേറ്റ് ലോബി, ഓട്ടോ ബാക്ക്, ഫ്രീസിങ്, പിങ് പോലെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യാൻ ഈ ഒരു ഒറ്റ കോൺഫിഗ് ഫയൽ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം വീഡിയോയിൽ പറഞ്ഞിരുന്ന സ്റ്റെപ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും ഫിക്സായി കിട്ടുന്നതാണ്. ഒറ്റൊരു ഫയൽ കൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലംസും ഫിക്സായി കിട്ടുന്നതാണ് ഗൈസ്. പിന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഫിഗ് ഫയൽ യൂസ് ചെയ്തതിന് ശേഷം ID ടെമ്പററി ആയിട്ട് ബാനായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോൺഫിഗ് ഫയൽ എത്രത്തോളം സേഫാണ്, ഇത് അപ്ലൈ ചെയ്താൽ നമ്മുടെ ID ബാനാവോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോൺഫിഗ് ഫയലിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയറിൻ്റെ കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ഫയർ മാക്സിൻ്റെ ആൾക്കാരാണെങ്കിൽ ഫ്രീ ഫയർ മാക്സിൻ്റെ കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ട് അതിൽ പറയുന്ന എല്ലാ സ്റ്റെപ്സും നിങ്ങൾ സിമ്പിളായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കോൺഫിഗ് ഫയലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കോൺഫിഗ് ഫയൽ നിങ്ങൾ zarchiver വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോൻ്റെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊന്നും കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടുന്നതാണ്. ഗൈസ്, ഇനി ഈ കോൺഫിഗ് ഫയൽസിൻ്റെ സേഫ്റ്റീനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ID ഒന്നും ബാനായി പോവില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ എന്തെങ്കിലും ചെറിയൊരു പാർട്ട് മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ID ബാനായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. ബാൻ ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. ചില ഡിവൈസിൽ ബാൻ ആവുന്നുണ്ട്, ചില ഡിവൈസിൽ ബാൻ ആവുന്നില്ല. അപ്പോൾ ബാൻ ആവുന്നുണ്ടെങ്കിലും പെർമനൻറ്റ് ബാനല്ല, ടെമ്പററി ബാനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫയൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റിസ്കിൽ മാത്രം ഫയലും കാര്യമൊക്കെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഫയൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ബോട്ട് അക്കൗണ്ടിലേക്ക് കളിച്ച് നോക്കുക. അതായത് ഒറിജിനൽ മെയിൻ അക്കൗണ്ട് അല്ല, നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ ആദ്യം കളിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ മെയിൻ അക്കൗണ്ടിൽ കളിച്ചാൽ മതി. ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും മികച്ച വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.